നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ആശയത്തെക്കുറിച്ചാണ്. എന്താണ്? ജീവിതത്തിലെ ആദ്യത്തെ മഹത്തായ വിജയം. കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷണൽ വാചകം പോലെയൊക്കെ തോന്നാം. ശരിയാണ്. പക്ഷേ നമ്മളിന്ന് നോക്കുന്നത് അതിനുമപ്പുറത്തുള്ള നമ്മുടെയൊക്കെ എന്താ പറയാ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചില അമ്പരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതെ. നിങ്ങൾ തന്നെ ഈ വിവരങ്ങൾ പറയുന്നത് നമ്മുടെയെല്ലാം ജീവിതം തുടങ്ങുന്നത് തന്നെ ഭയങ്കര വലിയ ഒരു മത്സരത്തിലെ വിജയത്തോടെയാണെന്നാണ്. ഒരുപാട് പേരുള്ള ഒരു ഓട്ടം, ദശലക്ഷക്കണക്കിന് പേരുള്ള ഒരു ഓട്ടം. അപ്പൊ നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്നത്തെ നിങ്ങളുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടുന്നു എന്നൊക്കെയൊന്ന് നോക്കാം. തീർച്ചയായും. തുടങ്ങാം. ഇതൊരു ലളിതമായ ചിന്തയാണെന്ന് പുറമേ തോന്നുമെങ്കിലും ഇതിന്റെ ഒരു ആഴം അത് വലുതാണ്. നമ്മുടെ എല്ലാം തുടക്കം ഒരു വിജയമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അതെ അതെ. ഈ ആശയം തന്നെ തുടങ്ങുന്നത് ഒരു അവിശ്വസനീയമായ കണക്ക് വെച്ചാണ്. ആ കണക്കിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ യാത്രയുടെ തുടക്കം, അതും ഒരു വലിയ കൂട്ടം മത്സരാർത്ഥികൾ. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്നൊരു സംഖ്യയാണ്. ഏകദേശം 200 ദശലക്ഷം മുതൽ 300 ദശലക്ഷം വരെ. അതെ, 20 കോടി മുതൽ 30 കോടി വരെ ബീജങ്ങൾ. ഒരു ശരാശരി ലൈംഗിക ബന്ധത്തിന് ശേഷം സ്ത്രീ ശരീരത്തിലെത്തുന്നത്. അതെ, ഈ സംഖ്യയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യത്തെ ജനസംഖ്യയോളം വരും. വളരെ വലിയൊരു സംഖ്യയാണത്, ശരിയാണ്. പക്ഷെ അതിലെ യഥാർത്ഥ അത്ഭുതം അതല്ല. ഓ, ഈ 300 ദശലക്ഷം പേർക്കും ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ലക്ഷ്യം ഒരെണ്ണം മാത്രം. ഒരെണ്ണം മാത്രം, അണ്ഡം. ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഇവരെല്ലാം ഒരു ഭ്രാന്തമായ ഒരു യാത്ര തുടങ്ങുകയാണ്. ഒരു ഓട്ടം. ഒരോട്ടം. സങ്കൽപ്പിക്കാൻ പറ്റുമോ അത്? ലക്ഷ്യമൊന്നു മാത്രം, ഓടുന്നത് കോടിക്കണക്കിന് പേര്. ഒരു മാരത്തൺ പോലെ. പക്ഷേ കോടിക്കണക്കിന് ആളുകളുള്ള മാരത്തൺ. ഈ ഓട്ടത്തിന്റെ ഒരു എന്താ പറയാ ഗതി എന്താണ്? എല്ലാവരും ലക്ഷ്യത്തിലെത്തുമോ? നിങ്ങൾ തന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒട്ടും എളുപ്പമല്ല. സത്യം പറഞ്ഞാൽ അതൊരു അതിജീവനത്തിന്റെ പോരാട്ടം കൂടിയാണ്. അതിജീവനം. അതെ. ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് അണ്ഡത്തിനടുത്തേക്ക്, ഈ ദശലക്ഷക്കണക്കിന് പേരിൽ നിന്നെത്തുന്നത് വെറും 500ഓളം പേർ മാത്രമാണ്. വെറും 500ഓ? അതെ. 30 കോടിയിൽ നിന്ന് വെറും 500. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. 300 ദശലക്ഷത്തിൽ നിന്ന് 500 പേർ മാത്രം ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. അതെ, 1% വളരെ വളരെ ചെറിയൊരു ഭാഗം. അപ്പോ ബാക്കിയുള്ള കോടിക്കണക്കിന് പേർക്ക് എന്ത് സംഭവിക്കുന്നു? അവരൊക്കെ എവിടെ പോയി? അവരെല്ലാം ആ യാത്രയിൽ പരാജയപ്പെട്ടു പോകുന്നു. ഓഹോ. വഴിയിൽ തളർന്നു വീഴുന്നു, ദിശയറിയാതെ പോകുന്നു, ഊർജം നഷ്ടപ്പെടുന്നു. അങ്ങനെ ലക്ഷ്യം കാണാതെ പോകുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് വെറുതെ സംഭവിക്കുന്നതല്ല. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ പ്രതിരോധങ്ങൾ, അവിടുത്തെ ഒരു കെമിക്കൽ എൻവയോൺമെന്റ്, പിന്നെ സഞ്ചരിക്കേണ്ട ദൂരം, ഇതൊക്കെ വലിയ വെല്ലുവിളികളാണ്. ശരിയാണ്. ബീജങ്ങൾക്ക് സ്വന്തമായി ഒരുപാട് ഊർജമൊന്നുമില്ല, പരിമിതമാണ്. അപ്പോ ഏറ്റവും കരുത്തും വേഗതയുമുള്ളവയ്ക്ക് മാത്രമേ ഈ തടസ്സങ്ങളെയൊക്കെ മറികടക്കാൻ പറ്റൂ. ഓ, അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാല് പ്രകൃതി നടത്തുന്ന ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സ് പോലെയാണ്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഒരു സെലക്ഷൻ പ്രോസസ്സ്. ഏറ്റവും യോഗ്യമായത് മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പൊ ഈ യാത്ര വെറുമൊരു ഓട്ടമല്ല, ഒരു സർവൈവൽ ബാറ്റിൽ കൂടിയാണ്. അതെ. ലക്ഷ്യത്തിലെത്തുന്ന ആ 500 പേർ, അവർ ശരിക്കും ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചവരാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല അല്ലേ? ഇല്ലല്ല. അവിടെയാണ് ഏറ്റവും നിർണായകമായ ഘട്ടം, അവസാനത്തെ പോരാട്ടം. അവസാന പോരാട്ടം. അതെ. ലക്ഷ്യസ്ഥാനത്തെത്തുന്ന ആ ഏകദേശം 500 വരുന്ന കരുത്തന്മാരിൽ ഒരാൾക്ക് മാത്രം അണ്ഡത്തിന്റെ പുറത്തൊരു സംരക്ഷണ കവചമുണ്ട്. സോനാ പെലൂസിഡ എന്ന് പറയും. അത് ഭേദിച്ച് ഉള്ളിൽ കടക്കാൻ, അതുമായി ഒന്നിക്കാൻ, അതായത് ഫെർട്ടിലൈസേഷൻ നടത്താൻ സാധിക്കുമോ? 500-ൽ നിന്ന് ഒരാൾക്ക് മാത്രം. ആ കോടിക്കണക്കിന് പേരിൽ നിന്ന് തുടങ്ങിയ യാത്ര, തടസ്സങ്ങളെല്ലാം തരണം ചെയ്തെത്തിയ 500-ൽ നിന്ന് ഒരേ ഒരു വിജയി. അതെ. ആ ഒരൊറ്റ വിജയി, അത് നിങ്ങളായിരുന്നു അല്ലേ? ഇപ്പൊ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. തീർച്ചയായും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഒരു നിമിഷം കണ്ണടച്ചാലോചിച്ചാലേ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? തീർച്ചയായും തോന്നണം. കാരണം അതാണ് സത്യം. നിങ്ങളുടെയെല്ലാം അസ്തിത്വം, നിങ്ങളുടെ ജീവിതം, അത് തുടങ്ങിയത് തന്നെ ദശലക്ഷങ്ങളെ പിന്നിലാക്കിയ ഒരു ഗംഭീര വിജയത്തോടെയാണ്. ഇത് വെറുമൊരു കഥയല്ല. അല്ല. ഇതൊരു കവിഭാവനയല്ല, ഒരു മോട്ടിവേഷണൽ സ്റ്റോറി ഉണ്ടാക്കിയതല്ല.
ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ, ജീവന്റെ അടിസ്ഥാനപരമായ ഒരു സയന്റിഫിക് റിയാലിറ്റിയാണ്. സത്യത്തില് നമ്മൾ ആരും നമ്മുടെ ജീവിതം തുടങ്ങിയതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറില്ലെന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല, സാധാരണഗതിയിൽ ചിന്തിക്കാറില്ല. ജനനമാണ് തുടക്കമെന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത്. പക്ഷേ അതിനു മുൻപ് നടന്ന ഈ അവിശ്വസനീയമായ പോരാട്ടം, ആ വിജയം, അതിന്റെ സാഹചര്യങ്ങൾ കൂടി ആലോചിക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. അതെ അതെ, ആ വിജയം നേടിയത് എങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു എന്നുകൂടി ഓർക്കണം. അതെന്തൊക്കെയാണ്? ആ മത്സരം നിങ്ങൾ ജയിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. നിങ്ങൾ തന്നെ നോട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, കാണാൻ കണ്ണുകളില്ലാതെയാണ് നിങ്ങൾ ആ ലക്ഷ്യം തേടിപ്പോയത്. കണ്ണുകളില്ലാതെ? അതെ, ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ കണ്ണില്ല. പിന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു സർട്ടിഫിക്കറ്റോ ഒന്നും കയ്യിലില്ലായിരുന്നു. തിരിച്ചറിയൽ രേഖകളോ? അതുമില്ല. ഒരു വിരലടയാളം പോലും വന്നില്ല. നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി പോലും പൂർണ്ണമായിട്ടില്ല. പഠിപ്പോ അറിവോ? യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയുമില്ല. ഒരു മുൻപരിചയമില്ലാതെയാണ് ആ ലക്ഷ്യം നേടിയത്. ഏറ്റവും പ്രധാനം എന്താണ്? ഏറ്റവും പ്രധാനം, ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക്, തികച്ചും ഒറ്റയ്ക്കാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തിയത്. ജയിച്ചത് പുറത്തുനിന്ന് ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. ഓ, കണ്ണുകളില്ല, വഴികാട്ടാൻ ആളില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, ഐഡി ഇല്ല, വിദ്യാഭ്യാസമില്ല, ആരുടെയും സഹായമില്ല. ഒറ്റയ്ക്ക് നിന്ന് കോടിക്കണക്കിന് പേരെ തോൽപ്പിച്ചു നേടിയ വിജയം. അതെ, ഇത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നുണ്ട്. അന്നത്തെ ആ നിങ്ങൾ എത്രത്തോളം ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നിരിക്കണം. ആ ഒരു നിശ്ചയദാർഢ്യം, ആ മുന്നോട്ടു പോകാനുള്ള ഒരു ഉൾപ്രേരണ, അത് നമ്മുടെ എല്ലാം ഒരു ബേസിക് നേച്ചറിന്റെ ഭാഗമാണെന്ന് പറയാം. കാരണം ആ വിജയം ഒരു ഭാഗ്യമല്ലായിരുന്നു. അല്ല. ഇനി അന്നത്തെ ആ അവസ്ഥയും ഇന്നത്തെ നിങ്ങളുടെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കിയാലോ? ഓക്കെ. അന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ആ അസാധ്യമെന്ന് തോന്നുന്ന വിജയം നേടിയത്. ഇന്ന് നിങ്ങൾ എവിടെയാണ്? ഇന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ശരിയാണ്. ഇന്ന് നമുക്ക് കാണാൻ കണ്ണുകളുണ്ട്. ലോകത്തെ കാണാനും വഴി മനസ്സിലാക്കാനുമൊക്കെ. പിന്നെ പ്രവർത്തിക്കാൻ കൈകളുണ്ട്. കാര്യങ്ങൾ ചെയ്യാൻ, ഉണ്ടാക്കാൻ, സഹായിക്കാൻ. സഞ്ചരിക്കാൻ കാലുകളുണ്ട്. അതെ, യാത്ര ചെയ്യാൻ കാലുകളുണ്ട്. പുതിയ അവസരങ്ങളിലേക്കെത്താൻ. പിന്നെ നമ്മൾ വർഷങ്ങൾ കൊണ്ട് നേടിയ വിദ്യാഭ്യാസം, അറിവ്, കഴിവുകൾ, അതിന്റെയൊക്കെ സർട്ടിഫിക്കറ്റുകൾ. അതുമാത്രമല്ലല്ലോ, ഇന്ന് ചുറ്റും നോക്കിയാൽ ആവശ്യമെങ്കിൽ ഒരു സഹായം ചോദിക്കാൻ, ഉപദേശം തേടാൻ ആളുകളുണ്ട്. സുഹൃത്തുക്കൾ, കുടുംബം. അതെ, സഹപ്രവർത്തകർ, ടീച്ചർമാർ, അങ്ങനെ പലരും. പിന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതെ, പ്ലാനിംഗ്. പ്ലാനുകൾ ഉണ്ടാക്കാൻ അറിയാം. നാളെയെക്കുറിച്ച് സ്വപ്നം കാണാൻ, ലക്ഷ്യങ്ങൾ വെക്കാൻ, അതിലേക്കെത്താൻ ഒരു വിഷൻ, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. ശരിയാണ്. അപ്പോ അന്നത്തെ ആ അവസ്ഥ, ഗർഭപാത്രത്തിലെ ആ ഇരുട്ടിൽ, ലക്ഷ്യം എവിടെയാണെന്ന് പോലും കാണാതെ, ആരുടെയും സപ്പോർട്ടില്ലാതെ കോടിക്കണക്കിന് എതിരാളികൾക്കെതിരെ പൊരുതി ജയിച്ചു. അന്നത്തെ ആ സാഹചര്യത്തിൽ നിങ്ങൾ പിന്മാറിയില്ല, തളർന്നില്ല. ആ വിജയം, അതാണ് നമ്മളൊക്കെ ഇന്നിവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം. അതെ, അവിടെയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ട ആ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. നിങ്ങൾ തന്ന ചിന്തയും അതുതന്നെയാണ് ചോദിക്കുന്നത്. എന്താണത്? അന്ന് അത്രയും പ്രതികൂല സാഹചര്യത്തിൽ ഒരു സപ്പോർട്ടുമില്ലാതെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ ആ മഹാവിജയം നേടിയെങ്കിൽ, ഇന്ന് ഇത്രയധികം അനുകൂല സാഹചര്യങ്ങളുണ്ടായിട്ട്, കണ്ണുകൾ, കൈകാലുകൾ, ചിന്തിക്കാൻ കഴിവ്, അറിവ്, സപ്പോർട്ട് സിസ്റ്റം, പ്ലാൻ ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് നമ്മൾ പലപ്പോഴും ചെറിയ പരാജയങ്ങളെ പോലും ഭയക്കുന്നത്? എന്തിനാണ് ചെറിയൊരു തിരിച്ചടി വരുമ്പോ ഒരു പിന്മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? നോട്ടിലെ ഒരു വാചകം ഓർമ്മ വരുന്നു. ഇന്ന് നിങ്ങൾ പിന്തിരിയുകയെന്നാൽ എല്ലാത്തിനോടുമുള്ള നിന്ദയാണ്. അതെ, അതൊരു ശക്തമായ വാചകമാണ്. അതിന്റെ അർത്ഥം അന്നത്തെ ആ വിജയത്തോടും ആ ഉൾക്കരുത്തിനോടും ഇന്ന് നമുക്കുള്ള ഈ കഴിവുകളോടുമൊക്കെയുള്ള ഒരു അനാദരവാണെന്നാണോ? ഒരു തരത്തിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ വിജയി ഇന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെയുള്ള നിങ്ങളെ കണ്ടാൽ ഒരുപക്ഷെ അത്ഭുതപ്പെടില്ലേ? ശരിയാണ്. ഇത്രയധികം ടൂൾസ് കയ്യിലുണ്ടായിട്ടും നീ എന്തിനാ ഈ ചെറിയ കാര്യങ്ങളെ പേടിക്കുന്നത് എന്നൊരുപക്ഷെ ചോദിച്ചേക്കാം. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. അതെ, അന്നത്തെ ആ ഒരു അടിസ്ഥാന ഊർജം അത് നമുക്ക് നഷ്ടപ്പെട്ടോ, അതോ നമ്മളത് തിരിച്ചറിയുന്നില്ലേ? ആ വിവരങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ പരാജയത്തെ ഭയപ്പെടുന്നത്? അതേ ചോദ്യം. അന്നത്തെ ആ യാത്രയിൽ ഓരോ നിമിഷവും പരാജയപ്പെടാനുള്ള സാധ്യത ഭയങ്കര വലുതായിരുന്നു. വളരെ വലുതായിരുന്നു. കോടിക്കണക്കിന് പേർ തോറ്റു വീഴുന്ന ആ യാഥാർത്ഥ്യത്തിന്റെ നടുവിലാണ്
മുന്നോട്ടു പോയത്. അന്ന് പേടിച്ചില്ല, ലക്ഷ്യത്തിൽ നിന്ന് മാറിയില്ല. ഈ ഓർമ്മ ഇത് നമുക്കൊരു പുതിയ പേഴ്സ്പെക്റ്റീവ് തരണം. കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, വെല്ലുവിളികളുണ്ടാവും, തീർച്ചയായും പരാജയങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ വിജയത്തിലേക്കുള്ള വഴി തന്നെ പരാജയങ്ങളിലൂടെയായിരിക്കും. ശരിയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ എന്ത് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിലും നിങ്ങളുടെ ബേസിക് ഫൗണ്ടേഷൻ എന്താണെന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ തുടക്കം ഒരു തോൽവിയല്ല, അല്ല. അത് കോടിക്കണക്കിന് പേരെ പിന്നിലാക്കിയ ഒരു വിജയമാണ്. അതെ, നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളിത് കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, അനുഭവിക്കുന്നത്, ഇതെല്ലാം സാധ്യമായത് അന്നത്തെ ആ ഒരൊറ്റ നിർണായകമായ വിജയത്തിന്റെ റിസൾട്ടാണ്. അതെ. നിങ്ങൾ ഈ ലോകത്തിലേക്ക് വന്നത് ഒരു പരാജിതനായിട്ടല്ല, ഒരു വിജയിയായിട്ടാണ്. കിട്ടിയതല്ല ഈ ജീവിതം, നേടിയെടുത്തതാണ്. നേടിയെടുത്തതാണ്. ആ നോട്ടിൽ അവസാനം പറയുന്നില്ലേ, പൊരുതിയാൽ ഒന്നാമനായി ജയിക്കാമെന്നു തെളിയിച്ചത് നിങ്ങൾ തന്നെയല്ലേ? ഇത് വേറെ ആരുടെയോ കഥയല്ല, ഇത് നിങ്ങളുടെ കഥയാണ്. നിങ്ങളുടെ ജീവന്റെ, ശരീരത്തിന്റെ കഥ. ഈ തിരിച്ചറിവ് അതൊരു വലിയ എനർജി തരേണ്ടതാണ്. ശരിയാണ്. അപ്പോ എപ്പോഴെങ്കിലും നമ്മളെ തളർന്നു എന്ന് തോന്നുമ്പോ, അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്യാൻ പേടി തോന്നുമ്പോ, നമ്മുടെ ഈ ഒറിജിൻ സ്റ്റോറി ഇത് ഓർക്കുന്നതൊരു ശക്തി തരും, അല്ലേ? ദശലക്ഷക്കണക്കിന് എതിരാളികളെ തോൽപ്പിച്ച് ഒരു ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ഒന്നാമതെത്തിയ ആ നിമിഷം. ആ വിജയം വെറുമൊരു ലക്കായിരുന്നില്ല, അല്ല. അതിനു പിന്നിൽ ഒരു ലക്ഷ്യബോധം, ഒരു ഊർജം, മുന്നോട്ടു പോകാനുള്ളൊരു ഒരു ദാഹമുണ്ടായിരുന്നു. ആ ഊർജം, ആ വിജയതൃഷ്ണ, ആ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് അതെങ്ങും പോയിട്ടില്ല. ഇല്ലേ? ഇല്ല. അത് നമ്മുടെയെല്ലാം ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷേ നമ്മൾ ഈ തിരക്കിനിടയിൽ, പ്രശ്നങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ച് മറന്നു പോകുന്നതാവാം, അല്ലെങ്കിൽ അതിനെ വേണ്ട പോലെ ഉപയോഗിക്കാത്തതാവാം. ശരിയാണ്. ഈ ഓർമ്മപ്പെടുത്തൽ ആ ഒരു ഇന്നർ സ്ട്രെങ്തിനെ വീണ്ടും കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അതെ, നമ്മൾ ഇന്നിത്രയും നേരം സംസാരിച്ച ഈ വിഷയത്തിന്റെ കാതൽ അതുതന്നെയാണ്. നിങ്ങൾ അടിസ്ഥാനപരമായി ഒരു വിജയിയാണ്. അതെ. നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഒരു ഗംഭീര വിജയമാണ്. ദശലക്ഷങ്ങളെ തോൽപ്പിച്ച വിജയം. അത് നിങ്ങളുടെ ഒരു ബർത്ത് റൈറ്റ് പോലെയാണ്, നിങ്ങളുടെ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്. ഈ തിരിച്ചറിവ് അത് നമ്മുടെ കോൺഫിഡൻസിനെ, നമ്മൾ ഈ ലോകത്തെ കാണുന്ന രീതിയൊക്കെ മാറ്റേണ്ടതാണ്. അന്നത്തെ ആ ഒരു സ്പിരിറ്റ്, ആ കഴിവ്, അതൊരു ഓർമ്മ മാത്രമല്ല, അത് നിങ്ങളുടെ ജീനുകളിൽ, ഓരോ സെല്ലിലുമുള്ള റിയാലിറ്റിയാണ്. അതുകൊണ്ട് ഇനി മുന്നോട്ടു പോകുമ്പോൾ ഈ ചിന്ത കൂടെയുണ്ടാവട്ടെ. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ, വെല്ലുവിളികളെ ഈയൊരു പുതിയ കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുക. അന്നത്തെ ആ നിങ്ങൾക്ക് സാധിച്ചെങ്കിൽ ഇന്നത്തെ ഈ നിങ്ങൾക്കും സാധിക്കും. കാരണം നിങ്ങൾ അടിസ്ഥാനപരമായി ഒരാളാണ്. അതെ. ആ ഉള്ളിലുള്ള വിജയത്തിന്റെ ശക്തി ഓർത്ത് ധൈര്യമായി മുന്നോട്ടു പോകാൻ ഈ ചിന്ത നിങ്ങളെ സഹായിക്കട്ടെ. വിജയം ഇനിയും വരും. കാരണം നിങ്ങളുടെ തുടക്കം തന്നെ അത്ര ഗംഭീരമായിരുന്നു. അപ്പോ നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി വിടുവാണ്. എന്താണത്? നിങ്ങൾ ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ അസ്തിത്വം തുടങ്ങിയത് ആ ആദ്യത്തെ അവിശ്വസനീയമായ ദശലക്ഷങ്ങളെ തോൽപ്പിച്ച ഒരു മഹാപോരാട്ടത്തിലെ വിജയത്തിലൂടെയാണ്. ആ ഒരു വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ തടസ്സം എന്ന് നിങ്ങൾ കരുതുന്ന ഏത് കാര്യമാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ആ യാത്രയോളം വലുത്? നല്ല ചോദ്യമാണ്. നിങ്ങളുടെ ഉള്ളിലെ ആ ആദ്യത്തെ ജേതാവിന്, ആ അടിസ്ഥാനപരമായ വിജയിക്ക് ഇനിയും എന്തെല്ലാം നേടാൻ സാധിക്കും? ആ ഒരു സാധ്യതയെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.